പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സോവർണിറ്റിയുടെ മീനിങ്ങും അതിൻ്റെ ഡെഫിനിഷനുമാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് 2 ആസ്പെക്ട്സ് ഓഫ് സോവർണിറ്റി, പരമാധികാരത്തിൻ്റെ 2 വശങ്ങളെക്കുറിച്ചാണ്. പരമാധികാരത്തിന് 2 വശങ്ങളുണ്ട്. ഒന്ന് ആന്തരിക പരമാധികാരവും മറ്റൊന്ന് ബാഹ്യ പരമാധികാരവും. ഇൻറ്റേർണൽ സോവർണിറ്റി ആൻഡ് എക്സ്റ്റേണൽ സോവർണിറ്റി. ഇൻറ്റേർണൽ സോവർണിറ്റി എന്ന് പറയുന്നത് ഏതൊരു രാജ്യത്തിനും ആ രാജ്യത്തിനകത്തുള്ള അധികാരത്തെയും നിയന്ത്രണത്തെയും സൂചിപ്പിക്കുന്നതാണ് ആന്തരിക പരമാധികാരം എന്ന് പറയുന്നത്. രാജ്യത്തെ ജനങ്ങളുടെയും പ്രദേശത്തിൻ്റെയും മേൽ ഭരണകൂടത്തിനുള്ള പരമോന്നത അധികാരമാണ് ഇൻറ്റേർണൽ സോവർണിറ്റി. രാജ്യത്തിനകത്തുള്ള എല്ലാ വ്യക്തികൾക്കും, എല്ലാ സംഘടനകൾക്കും, എല്ലാ അസോസിയേഷനുകൾക്കും മുകളിൽ, എല്ലാത്തിനും മുകളിലായി പൂർണ്ണമായിട്ടുണ്ടാവുന്ന സ്വയംഭരണമാണ് ഈ ആന്തരിക പരമാധികാരം എന്ന് പറയുന്നത്. രാജ്യത്തിനകത്തുള്ള എല്ലാത്തിൻ്റെയും മുകളിലുള്ള സ്റ്റേറ്റിൻ്റെ പരമാധികാരത്തെയാണ് ഇൻറ്റേർണൽ സോവർണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ സോവർണിറ്റി എന്നത്, ബാഹ്യ പരമാധികാരം എന്നത് ബാഹ്യ ആധിപത്യത്തിൽ നിന്നും ഫലപ്രയോഗത്തിൽ നിന്നും പൂർണ്ണമായും മുക്തമായി സ്വയം അസ്തിത്വത്തിൽ ആഗോളവേദിയിൽ ഇടപെടാനും വിദേശ നയം നിർണ്ണയിക്കാനും മറ്റു രാജ്യങ്ങളുമായിട്ട് വ്യാപാര ഉടമ്പടികൾ ഉണ്ടാക്കാനും സൈനിക കരാറുകളിൽ ഏർപ്പെടാനുമുള്ള ഒരു രാജ്യത്തിൻ്റെ അധികാരമാണ് ബാഹ്യമായ പരമാധികാരം എന്ന് പറയുന്നത്. മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും നിർബന്ധങ്ങളിൽ നിന്നോ ഇടപെടലുകളിൽ നിന്നോ രാജ്യം സ്വതന്ത്രമാണ് എന്നാണ് ബാഹ്യ പരമാധികാരം അർത്ഥമാക്കുന്നത്. ഒരു രാജ്യത്തിന് വിദേശ നയങ്ങൾ തീരുമാനിക്കണമെങ്കിൽ, വിദേശ രാജ്യങ്ങളുമായിട്ട് സാമ്പത്തിക കരാറുകളിൽ ഏർപ്പെടണമെങ്കിൽ, സൈനിക ഉടമ്പടികളിൽ ഏർപ്പെടണമെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെയും ബാഹ്യ ഇടപെടലുകളില്ലാത്ത ഒരു അവസ്ഥ, ഇതിനെയാണ് എക്സ്റ്റേണൽ സോവർണിറ്റി എന്ന് പറയുന്നത്. ഏതൊരു രാജ്യത്തിനും തങ്ങളുടെ വിദേശ നയം തീരുമാനിക്കണമെങ്കിൽ, തങ്ങളുടെ വിദേശ നിലപാടുകൾ ഉണ്ടാക്കണമെങ്കിൽ, വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെയും ഇടപെടലുകൾ ഇല്ലാത്തൊരവസ്ഥയാണ് എക്സ്റ്റേണൽ സോവർണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സോവർണിറ്റി, ഇൻറ്റേർണൽ സോവർണിറ്റിയും എക്സ്റ്റേണൽ സോവർണിറ്റി എന്നീ 2 തരം ആസ്പെക്ട്സുകൾ ആധുനിക രാഷ്ട്ര സംവിധാനങ്ങളിലെ സോവർണിറ്റി എന്ന ഘടകത്തിനുണ്ട്. ഈ 2 സോവർണിറ്റിയും 2 ആസ്പെക്ട്സും ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ആ രാജ്യത്തിന് പൂർണ്ണമായിട്ടും സോവർണിറ്റി ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ സോവർണിറ്റി എന്ന, ദേശരാഷ്ട്രങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട എലമെൻ്റായ സോവർണിറ്റി എന്ന ആശയത്തിന് ഇങ്ങനെ 2 പ്രതലങ്ങളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.